അതിനവിടെ വെക്കണം. ഇവിടെ 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 നോക്ക്, ഇവിടെ കുഞ്ഞുകുട്ടി ഇവിടെ നോക്കി. എന്ന് വേണ്ട. ഞങ്ങളപ്പോൾ ഇന്നൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമ്മുടെ ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ഒക്കെ മൊത്തമായിട്ട് നിങ്ങളിൽ നിന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്തില്ലല്ലോ, ഒരു ചെറിയ ഷോർട്സ് അല്ലേ ഇട്ടോളൂ. എന്നാ ചുമ്മായിരുന്നു, ഇവിടുന്ന് ഒരാൾക്ക് പോകണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എല്ലാം റെഡിയാക്കി വെച്ചേക്കാണേ. അപ്പോൾ ദേ രണ്ടുപേരും കൂടി ഇവിടെ ഇൻട്രോ പറയാൻ വേണ്ടി വന്നവരാണ്. അതിലൊരാളാണ് എന്നെ സോപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നത്, ഒരാളാണെങ്കിൽ ഇവിടെ എന്നാണോ അവന് പോകണം. ഇപ്പോൾ അമ്മയുടെ അപ്പോൾ ഡ്രസ്സൊന്നും കാണിച്ചു കൊടുക്കാൻ അമ്മയുടെ കൂടെ ഇരിക്കുന്നില്ല. ഇവിടെ ഇരിക്കുമോ ഡ്രസ്സ് കാണിച്ചു കൊടുക്കാൻ? ഇതാ കുട്ടി ഇരിക്കണേ. കുഞ്ഞോളെങ്ങനെയാണ് ഇരിക്കണേ? സുന്ദരിയായിട്ടല്ലേ ഇരിക്കണേ. ചേട്ടനെ സുന്ദരനാക്കിയതാണേ. അടി ഞാൻ തിരിച്ചു ചെന്നപ്പോഴത്തേനും ചന്ദനം ഒന്നും കാണാനില്ല. എവിടെ പോയി എന്ന് അറിഞ്ഞൂടാ. ചേട്ട പോവാ. ചേട്ടൻ പോവണ്ടാന്ന് പറ. ചേട്ടൻ പോവണ്ടാന്ന് പറ. ചേട്ടൻ ഇവിടെ ഇരിക്കുക ചേട്ടേന്ന് പറ. ചേട്ടൻ പോവാ. ചേട്ടക്ക് ഇപ്പം തന്നെ പോകണം. ചേട്ടക്ക് ഇപ്പം തന്നെ പോകണം അല്ലേ? ചേട്ടൻ ഇത് പോകണ്ടെന്ന് പറ. പോകണ്ടെന്ന് പറ. അപ്പം എന്നാൽ ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ഒക്കെ കാണിച്ചു തരാം. ഒരാൾക്ക് ഇവിടെ ഇരിക്കാൻ തീരെ താല്പര്യമില്ല. അപ്പം കുഞ്ഞിന് മുത്തനെ ഞാൻ പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ട് ഓടി വരാം കേട്ടോ. പോയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കളക്ഷൻസ് ഒക്കെ കാണിച്ചു തരാമെന്ന് വെച്ചാൽ അധികമൊന്നുമില്ല. നിങ്ങൾക്കറിയാലോ ഞാൻ എങ്ങനെയാണ് പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടാണല്ലോ പോയത്. അപ്പോൾ അതിനനുസരിച്ചുള്ള കുറച്ച് കളക്ഷൻസ് എടുത്തിട്ടുള്ളൂ. പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇത്രയും അധികം എൻക്വയറീസ് വരുമെന്നും പിന്നെ നമുക്ക് പ്രീ ബുക്കിങ്ങും ഒക്കെ വന്നിട്ടുണ്ടേ. അപ്പോൾ ആ ഒരു സന്തോഷം ആദ്യമേ നിങ്ങളെ അറിയിക്കുകയാണ്. പിന്നെ വീഡിയോ ഇട്ടപ്പോഴേ ഇങ്ങനെ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ഞാൻ ചെയ്യുന്ന ഡ്രസ്സുകളുടെ വീഡിയോ അല്ലെങ്കിൽ കുറച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വീഡിയോ എടുക്കാനും ഒക്കെ എൻ്റെ അടുത്ത് കുറേ പേര് ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് അറിയാലോ ഇവിടുത്തെ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ വേറെ ഡ്രസ്സ് എടുക്കാനും ഇടാനും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടുപേർക്കും ടാറ്റ പോകേണ്ടതായിട്ട് വരും. അതാണ് ഒരു മെയിൻ പ്രശ്നം. കുഞ്ഞിനേക്ക് പ്രത്യേകിച്ച് നമ്മൾ നല്ല ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ കുഞ്ഞിനെ കൊണ്ട് വിചാരം നമ്മൾ പുറത്തേക്ക് പോകാൻ റെഡി ആവാണെന്നാണ് കേട്ടോ. പിന്നെ അത് പതുക്കെ പതുക്കെ മാറ്റിയെടുക്കണം. ഷോർട്സിലൊക്കെ അങ്ങനെ ഇടണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം ഞാൻ ഇടുന്ന ഡ്രസ്സുകൾ ആളുകൾക്ക് ഇഷ്ടമായിട്ട് അത് ആളുകൾ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചാൽ ഞാനിപ്പോൾ ഇട്ടേക്ക് നെറ്റിക്കിടുന്നതാണ്. നെറ്റിക്കിട്ടതാണ്. പണ്ട് ഞാൻ പുറത്തൊക്കെ ഇടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് വെച്ചേക്കാം. അവ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. എനിക്ക് ഈ കോളറുള്ള ഡ്രസ്സുകളോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. നമുക്ക് ഫ്രീ ആയിട്ട് എന്താ പറയുക മറ്റേ കഴുത്തിറങ്ങിയതും അങ്ങനത്തെയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല അല്ലേ? പക്ഷേ ഇതിന് ആ ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞ സമയം കളയുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇന്നലെ കണ്ട 2 മൽക്കോട്ടൺ സാരി തന്നെയാണ് ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത്. ഇത് പ്രീമിയം ക്വാളിറ്റിയുള്ള മൽക്കോട്ടനാണ്. നമ്മളധികം പീസൊക്കെ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രീ ബുക്കിംഗ് അനുസരിച്ച് നമ്മൾ എടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പം അടുത്തത് ബ്ലാക്കാണ്. ഇതൊക്കെ ഒന്ന് കാണിച്ച് പോകുന്നുള്ളൂ. കാരണം അനിക്കുട്ടി ഇപ്പം തന്നെ വേണേൽ തിരിച്ചു വരും. പിന്നെ ഇതെല്ലാം വലിച്ച് വാരി ഇടും കേട്ടോ. ഈ ബ്ലാക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ എല്ലാ ഡ്രസ്സും എനിക്ക് ഇഷ്ടമായി. കാരണം എൻ്റെ കൂടെ ഒരു സെലക്ഷനിലാണല്ലോ ഞാൻ എടുത്തിട്ട് വന്നത്. അപ്പോൾ ആ ബ്ലാക്ക് പോലെ തന്നെ ഗ്രീൻ കേട്ടോ. നിങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ടും കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഞാനിങ്ങനെ മൈക്കില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് സൗണ്ടിന് ഒരു ക്ലാരിറ്റി കുറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര അടുത്തിരിക്കുന്നത്. ഇത് ഒരു ഗ്രീനാണ്. ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഇതാ ഒരു മൈപ്പീലി പച്ച എന്നൊക്കെ പറയാം. അങ്ങനെ കളറുകളൊക്കെ കറക്റ്റായിട്ട് പഠിച്ചും എല്ലാത്തിൻ്റെയും പേരും ഒക്കെ അറിഞ്ഞും കേട്ടൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഇനി നമ്മൾ ഡെവലപ്പായി വരും. എന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ അവിടുന്ന് ആൾ. എന്നെ നോക്കിയിട്ട് വരാവേ. ഇതാണ് വൻ പ്രശ്നം. അവിടെ നിന്ന് വിളി വന്നു. എന്തെങ്കിലുമൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നതാണ് കേട്ടോ. പിന്നെ അടുത്തൊരു സെറ്റ് സാരിയാണ്. എനിക്ക് ഇങ്ങനത്തെ സാരികളോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ സിമ്പിളായിട്ടുള്ള സാരികളില്ലേ? സെറ്റ് സാരിയാണ്. സെറ്റ് മുണ്ട് നമ്മൾ അധികം എടുത്തിട്ടില്ല. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഒരു ബ്ലൂ പ്രിൻ്റൊക്കെ വരുന്നത്. ഇനി നമ്മൾ എന്താ പറയുക അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഒന്ന് ലൈറ്റായിട്ട് വലിയ ഹെവി ആയിട്ടുള്ള ആഭരണങ്ങളൊന്നും ഇടാതെ ലൈറ്റായിട്ടൊക്കെ ഒന്ന് അമ്പലത്തിലൊക്കെ പോകാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇതിന് റേറ്റും അധികമില്ല. പക്ഷെ നല്ല തുണിയൊക്കെയാണ്. അപ്പം എന്താ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് പോകുന്നേ ഉള്ളേ. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഒരു ബ്ലാക്ക് കേട്ടോ. ഒരു ഇലയുടെ ഡിസൈനാണ്. ഇതും സിമ്പിളായിട്ട് തന്നെയുള്ളതാണ്. ഇങ്ങനെ സെറ്റ് സാരി എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പൂക്കളും അങ്ങനെയുള്ളതൊക്കെ എനിക്ക് താല്പര്യക്കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അത്രയധികം ഉള്ളതൊന്നും സെലക്ട് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ആവശ്യം അനുസരിച്ച് അതൊക്കെ നമ്മൾ എത്തിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു നല്ല ഒരു ബ്ലാക്ക് ബ്ലൗസിൻ്റെ കൂടെയൊക്കെ ഇട്ടാൽ വളരെ നല്ലതായിരിക്കും. പിന്നെ അടുത്തത് വേഗം കാണിച്ചു പോകുന്ന നമ്മുടെ മക്കളുടെ ഒരു എന്താ പറയുക ആ ഒരു ഇതാണേ.
ഇത് നല്ലൊരു മെറ്റീരിയലാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാത്തിൻ്റെയും മെറ്റീരിയൽ കാര്യങ്ങളൊന്നും അത്ര അറിയില്ല കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ഇത് ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ്. നിങ്ങൾക്ക് മനസ്സിലായവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ ബില്ല് കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാതെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് വന്നത്. ഞാൻ ബില്ലൊന്ന് തപ്പിയിട്ട് വരട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എനിക്ക് ആ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ പൂർണ്ണമായിട്ടും വ്യക്തതയോടുകൂടി പറയണമല്ലോ. പക്ഷെ ഇതിൻ്റെ കളർ ഭയങ്കര നൈസാട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നല്ല ഭംഗിയുള്ളൊരു ബോർഡറും ഒക്കെയാണ് കേട്ടോ. വേഗം പറഞ്ഞു പോവുകയാണ്. ഞാൻ ആ ബില്ലും കൂടെ തപ്പിയിട്ട് വന്നിട്ട് ഇതിൻ്റെ പേര് പറയാവേ, എന്നാലേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ബില്ല് തപ്പാൻ പോയപ്പോൾ ആളെന്നെ ചാടി പിടിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തൈരൊക്കെ കൊടുത്തിട്ട് വന്നാണ്. അതിങ്ങനെ ഐസ്ക്രീം പോലെ കോരി കഴിച്ചോളും. TV ഒക്കെ കണ്ടിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബില്ല് തപ്പി സമയം കളയുന്നില്ല. അടുത്ത ദിവസത്തെ ഷോർട്സിലൊക്കെ ഞാൻ എൻ്റെ കറക്റ്റായിട്ടുള്ള ഇത് ഏതാണെന്നൊക്കെ ഇട്ടേക്കാവേ. പിന്നെ ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് സാരി വരുന്നത്. എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു കളറൊക്കെ നല്ല ഭംഗിയില്ലേ. ചെറുപയർ ഗ്രീൻ അല്ല, അതിനേക്കഴിഞ്ഞ് കുറച്ചും കൂടി ഒരു ലൈറ്റാണേ, പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതും സെറ്റ് സാരിയാണേ. പിന്നെ വരുന്നത് നമ്മുടെ കല്യാണി കോട്ടൺ ആണ് കേട്ടോ. അതും നല്ലൊരു കളറാണ്, നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ഇതൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് കാണിച്ചു പോകുന്നത്. ഷോർട്സിൽ എന്താണെങ്കിലും ഇത് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആയിട്ട് തന്നെ ഇട്ട് കാണിച്ചു തരാവേ. എൻ്റെ സാഹചര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നു കേട്ടോ. രണ്ട് കയ്യിൽ ആരെങ്കിലും ഒരാൾ അലമ്പുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ വീഡിയോ എടുക്കൽ തന്നെ അവതാളത്തിലാവും. പിന്നെ ഞാൻ ആദ്യം കാണിച്ച ആ പ്രൊഡക്റ്റ് അതിൻ്റെ സെയിം തന്നെ വേറൊരു കളറാണിത്. ഈ കളറും നല്ലൊരു കളറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ്. ഞാനെല്ലാം എനിക്ക് ഇങ്ങനെ എന്താ പറയുക, എൻ്റെ മനസ്സിലിങ്ങനെ ഇഷ്ടമുള്ള കളറുകളാണ് കേട്ടോ സെലക്ട് ചെയ്തത്. ഇനിയിപ്പം നിങ്ങൾ പറയുന്നതനുസരിച്ചുള്ള കളറുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. പിന്നെ ഇത് നമ്മുടെ കേരള സാരിയാണ്. ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചെറുതായി സത്യം പറഞ്ഞ് ഇതിൻ്റെയൊക്കെ പേരുകളും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പഠിച്ചിട്ട് വേണമല്ലോ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ചെയ്യാൻ. ഞാൻ ഇതൊക്കെയുണ്ട് അതൊക്കെയുണ്ട് ഇതാണ് എന്നൊക്കെയാണ് നിങ്ങളോട് പറയുന്നത്. കുഴപ്പമില്ല, നിങ്ങളല്ലേ എന്നോട് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. ചെക്ക് സാരി ആയതുകൊണ്ട് എനിക്ക് ഒന്നാമത് മറവിയുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ല. ഞാൻ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേനും മറന്നു പോവേ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലോ ഇതെന്താണ്, ഇത് എന്ത് ഡ്രസ്സാണ് കൊണ്ടുവച്ചേക്കണമെന്ന് ഞങ്ങളോട് മര്യാദയ്ക്ക് ഒന്ന് പറയുന്ന പോലും ഇല്ലല്ലോ എന്ന്. അതൊക്കെ ഞാൻ പറയാട്ടോ. എനിക്ക് ആ ഒരു ടെൻഷൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു വെപ്രാളവും കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുമെന്ന് എനിക്കറിയാം, കാരണം ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ലോങ് വീഡിയോ കാണുന്നവരൊക്കെ എന്നോടൊന്ന് ക്ഷമിച്ചു തരാം കേട്ടോ. ഞാൻ എല്ലാം വ്യക്തമായിട്ട് പഠിച്ച് വന്ന് പറയുന്നതാണ്. എൻ്റെ ഒരു മെമ്മറി ലോസ് ആണ് എല്ലാത്തിൻ്റെയും കാരണം. ഒരു ചെക്ക് എന്ന് പറയാൻ പോലും എൻ്റെ മനസ്സിലേക്ക് അത് വരുന്നില്ല, ചെക്ക് ഡിസൈൻ എന്ന് പറയാൻ പോലും വരുന്നില്ല. അത്രയധികം ടെൻഷൻ എൻ്റെ മനസ്സിലുണ്ടെന്ന് നിങ്ങളപ്പോൾ കരുതണം. എന്താ പറയുക, ഞാൻ ഇത് അതെന്നൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞതല്ലേ. അപ്പോൾ ചെക്ക് ഡിസൈൻ വന്നതാണ്. ഇത് നല്ലൊരു ഡാർക്ക് ഗ്രീനാണ് കേട്ടോ. അതേ സെയിം തന്നെയാണിത്. ഇതെനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ്. ഇത് ഇച്ചിരി നമ്മൾ വലിയൊരു ജിമിക്കയും ഇതിന് ചേരുന്ന ഒരു ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, അമ്പലത്തിലല്ല എവിടെയെങ്കിലുമൊക്കെ ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം അമ്പലമാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് ഫംഗ്ഷൻസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കളറാണ് കേട്ടോ ഇത്. നല്ല ഒരു എടുപ്പുണ്ട് ഇതിനെ, ഈ കളറിലോട്ടോ. പിന്നെ ഇതും നമ്മുടെ കല്യാണി സാരി തന്നെയാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കളർ ലാവണ്ടർ, ഡാർക്ക് ലാവണ്ടർ കളറാണ്. അപ്പം നമ്മുടെ സാരി കളക്ഷൻസ് ഇത്രത്തോളം ഉള്ളൂ. അതിൽ നമുക്ക് 1-2 എണ്ണം എന്താ പറയുക പോയി. പിന്നെ ഇനി ഇത്ര ഇരിക്കുന്ന രീതിയിൽ നമ്മൾ പ്രീ ബുക്കിംഗ് എടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ പറയുന്ന കളറുകളും എന്താ പറയുക ഐറ്റം ഒക്കെ നിങ്ങൾ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഞാനതൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കും. നിങ്ങൾ എപ്പോൾ ഓർഡർ തന്നാലും അതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ ഒരു ചെറിയ സംരംഭം നമ്മൾ തുടങ്ങിയിട്ട് അത് ചെറുതായിട്ട് തന്നെയല്ല ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഞാനത് വലുതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ആഗ്രഹിക്കാലോ, ആഗ്രഹിച്ചെങ്കിൽ മാത്രമല്ലേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഉയർച്ച ഉണ്ടാവുള്ളൂ. നമ്മളൊരു ലക്ഷ്യത്തിന് വേണ്ടി പോരാടണം അല്ലേ. അപ്പം എൻ്റെ പോരാട്ടത്തിൽ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പതുക്കെ നമ്മൾ നേരെയാക്കി എടുക്കും. ഒന്നും പറ്റില്ല അല്ലെങ്കിൽ ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞിരുന്നാൽ നമ്മൾ എവിടെയും എത്തില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയും ചെറിയൊരു കളക്ഷൻസ് കൊണ്ടാണോ നമ്മൾ ഒരു ഓൺലൈൻ സ്റ്റോർ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നല്ല. നമ്മൾ ഇനിയും കൊണ്ടുവരും, നമ്മൾ ഇനി ഇത് വലുതാക്കും. അപ്പം തൽക്കാലം നമ്മളിപ്പോൾ ചെറുതായിട്ടൊന്ന് എടുത്തിരുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക്
നമുക്ക് പ്രീ ബുക്കിംഗ് കിട്ടിയിട്ടുണ്ട് 10ഓളം സാരികൾ. പിന്നെ നമുക്ക് ഇതിൽ ഇഷ്ടമുള്ളത് നമ്മൾ 2 സാരി ഇന്നലെ കാണിച്ചോളൂ. അത് നമ്മളോട് കുറേ പേര് വാട്സപ്പിൽ എൻക്വയറി വന്നിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. ഞാൻ പുതുതായിട്ടൊരു കാര്യം തുടങ്ങിയപ്പോൾ നമ്മളെ അന്വേഷിക്കാനോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് അവരെ അന്വേഷിക്കാനെങ്കിലും മനസ്സ് കാണിക്കുന്നുണ്ടല്ലോ. എത്ര ഓൺലൈനിൽ ഓർഡർ വന്നു എന്നല്ല, നമുക്ക് അന്വേഷണങ്ങൾ വരുന്നുണ്ട്. അതാണ് വലിയ കാര്യം. ഞാൻ ഈ സാരികൾ ഡിസ്പ്ലേ ചെയ്യാതെ വേറെ എന്താണ് വാങ്ങിക്കണത് അല്ലേ? പറഞ്ഞ പോലെ കുറേ ദിവസമായി ഞാൻ എടുത്തുകൊണ്ട് വെച്ചിട്ട് ഇപ്പോഴാണ് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യുന്നത്. ഷോർട്സിൽ ആകെ 2 സാരിയെ കാണിച്ചിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ബുക്കിംഗ് വരുന്നുണ്ട്. പ്രീ ബുക്കിംഗ് വന്നു. നമുക്കിതിൽ ആളുകൾ ആ 2 എണ്ണത്തിലാണെങ്കിലും ആവശ്യക്കാർ വന്നിട്ടുണ്ട്. പിന്നെ അതിന് ബാക്കി പീസുകൾ 1-2 പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി ചുരിദാറിൻ്റെ കളക്ഷൻസ് കാണാം കേട്ടോ. അപ്പം കോട്ടൺ ചുരിദാറുകളാണ്. അത് എൻ്റെ ഫേവറേറ്റ് ചുരിദാറാണ്. നിങ്ങൾക്കിത് എത്രത്തോളം അതിൻ്റെ അകത്ത് കളറ് ഇഷ്ടമാവുന്ന നിറത്തില്ല. മഞ്ഞയൊക്കെ ഇഷ്ടമുള്ളവർ, മറ്റേ മാമ്പഴ മഞ്ഞയില്ലേ, അവർക്കൊക്കെ നല്ല ഇഷ്ടമാവും. സിമ്പിളാണ്, പക്ഷേ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല കോട്ടൺ എന്ന് വെച്ചാൽ നല്ല കോട്ടണാണ്, നല്ല ക്വാളിറ്റി ഉള്ള കോട്ടനാണ് കേട്ടോ. പാൻറ്റും ഉണ്ട്, ടോപ്പും ഉണ്ട്. അപ്പം ഇത് ഒരു ചുരിദാറാണ്. ഞാൻ വേഗം കാണിച്ചു പോവാം. എനിക്കാണ് ടെൻഷൻ. അവിടെ 2 കൂടി എന്താക്കുന്നു കേട്ടോ. കുഞ്ഞിനെയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് TV വരെ വലിച്ചിടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത്രത്തോളം ഒരു തിരക്ക് പിടിച്ച് കാണിക്കുന്നതിന് എന്നോട് ആർക്കും ദേഷ്യമൊന്നും തോന്നരുത്. പിന്നെതാ ഇതും കോട്ടനാണ് കേട്ടോ. ഞാനെല്ലാം എനിക്കിങ്ങനെ ഈ കുത്തിക്കയറുന്ന ടൈപ്പ് ഡ്രസ്സിനോട് ഒരു താല്പര്യമില്ലാത്ത ഒരാളാണ്. എനിക്കിങ്ങനെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സുകളാണ് ഇഷ്ടം, പക്ഷെ ഭംഗി ഉണ്ടാവണം കേട്ടോ. അപ്പം അങ്ങനത്തെ ഇപ്പോഴത്തെ മോഡൽ തന്നെയാണ്. മറ്റേ കോളറില്ലേ, അങ്ക്രക്ക കോളറോ അങ്ങനെ എന്തൊക്കെയാണ് ഇതിന് പറയുന്നത്. ഇത് എന്തെങ്കിലും പൊട്ടത്തിലൊക്കെ പറയണം, എന്നോട് ക്ഷമിച്ചേക്കൂട്ടോ. ഇതുണ്ട്, അതാണ് എൻ്റെ പാൻറ്റ്. ഇത് ഓപ്പൺ ഇല്ലാത്ത ടൈപ്പാണേ. ഇതും നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ഭംഗിയെന്ന് പറഞ്ഞാൽ ഇടാനൊക്കെ അത്രയധികം സുഖമുള്ള ഒരു മെറ്റീരിയലാണ്. അതായത് കോട്ടൺ, എല്ലാവർക്കും അറിയാലോ. കോട്ടൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സുഖം നമ്മൾ ഏത് സമയത്തും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ഒരു എന്താ പറയുക, ഇത് കുറച്ച് ഫങ്ഷണൽ ഡ്രസ്സാണ്. ഇതും പാൻറ്റും. അവിടെ എന്തോ നശിപ്പിച്ചിട്ടുണ്ട്. കഴിച്ചിട്ടുള്ള പ്ലേറ്റ് അവിടെ അൻപിക്കുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അത് വലിച്ചെടുത്താണെന്നാണ് തോന്നുന്നത്. ഞാനൊന്നുകൂടി പോയി നോക്കിയിട്ട് വരാം കേട്ടോ. ഇതും സെയിം കളർ തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ ഈ വീഡിയോയിൽ കാണുന്ന കളറല്ല കേട്ടോ. നമ്മൾ നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടി നല്ല ഒരു ഗ്രീനാണ്, നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ഇതിലൊരു നീല പോലെ വന്നു വീഡിയോയിൽ വന്നപ്പോൾ. നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. ഇതും ഓപ്പൺ ഇല്ലാത്തതാണ്, സൈഡ് ഓപ്പൺ ഇല്ലാത്തതേ. ഇതൊക്കെ ഞാൻ ഷോർട്സ് ഇടാം കേട്ടോ. അപ്പോൾ വിശദമായിട്ട് പറയാം. ജസ്റ്റ് നിങ്ങളിന്ന് കാണിക്കുന്നതെന്ന് മാത്രമുള്ളേ. പിന്നെ അടുത്തത് ഒരു ഈ കളറ്. കോളറെല്ലാം നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു ഫാഷൻ കോളർ തന്നെയാണ് കേട്ടോ. ചുരിദാറിൻ്റെ ഇപ്പോഴത്തെ ഒരു മെയിൻ എന്താ പറയുക ഭംഗി എന്ന് പറയുന്നത് ഈ ഒരു കോളറാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കോളറാണ്. കഴുത്താണ് കേട്ടോ. അപ്പോൾ ഇതും പാൻറ്റും എല്ലാം തന്നെ കോട്ട് സെറ്റാണേ. ഇത് പാൻറ്റും ഉണ്ട്, ടോപ്പും ഉണ്ട്. അപ്പോൾ അടുത്തത് ഞാൻ കുഞ്ഞിനൂത്തിനെ നോക്കിയിട്ട് വരാം. കുട്ടിക്ക് കൊടുത്ത തൈരിൻ്റെ ബാക്കിയാണിത്. ആൾ വന്ന് വലിച്ചടിച്ച്, കുഞ്ഞിൻ്റെ മുത്താണ് കേട്ടോ വലിച്ചടിച്ച്. കുറേ കഴിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഞാനിപ്പോൾ വീണ്ടും ഊഞ്ഞാലിൽ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. അൻവിക്കുട്ടി അവിടെ അടുത്ത പണിയായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ സത്യം പറഞ്ഞ് 2 പേരെ ഒരേപോലെ നോക്കേണ്ട അവസ്ഥയാണ്. എന്താ പറയുക, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും ഒരു ബുദ്ധിമുട്ട് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. ജീവിക്കണ്ടോ, നമുക്ക് ജീവിക്കണ്ടേ. നമ്മൾ ആരുടെയും മുന്നിൽ കൈ നീട്ടാതെ ഞങ്ങൾക്ക് പൈസ താ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ ആവശ്യമുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ ഇത്ര ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക, ഒരുപാട് ആളുകൾ അങ്ങനെയും ചെയ്യുന്നുണ്ടല്ലേ. ഞാൻ ഒരിക്കലും ആവശ്യപ്പെടില്ല അങ്ങനെയൊന്നും. ഞാൻ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ടെൻഷൻ. ഇപ്പം ഞാനിങ്ങനെ എന്താ പറയുക, ഉയിര് കയ്യിലെടുത്തിരിക്കുക എന്ന് പറയില്ലേ, അതുപോലെയാണ് ഇരിക്കണത്. ഇപ്പോൾ സേഫായിട്ട് ഇരുത്തിയിട്ടാണ് പോകുന്നത്. അൻവിക്കുട്ടി ആ തൈര് തീരുന്നത് വരെ അവിടെ ഇരിക്കും. അതിനുശേഷം കുഞ്ഞിന് മുത്ത് കണ്ടോ, അവന് കൊണ്ട് 1-2 സ്പൂൺ കൊടുത്തെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് വീണ്ടും ആളത് അന്വേഷിച്ച് പോയത്. അപ്പോൾ ഇനി പോകുന്നതിന് മുമ്പ് എനിക്ക് തീർത്തിട്ട് പോകണം. അനങ്ങിയ പക്ഷെ അറിയാൻ പറ്റൂട്ടോ എനിക്ക്. ഇത് ആദ്യം ഞാൻ കാണിച്ച ആ മഞ്ഞയില്ലേ, അതിൻ്റെ സെയിം തന്നെയാണ് കേട്ടോ ഇത്. ഇതൊക്കെ എല്ലാം നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. അതിൽ നല്ല 100% ഗ്യാരണ്ടിയാണേ. കോട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പലതരത്തിലുള്ള കോട്ടൺ ഉണ്ടല്ലോ. മിക്സഡ് കോട്ടൺ ഉണ്ട്, സിന്തറ്റിക് ആയിട്ടുള്ളതുണ്ട്, അങ്ങനെയൊന്നുമില്ല. ഇത് നല്ല പ്യുവർ കോട്ടൺ. പ്യുവർ കോട്ടൺ എന്ന് പറഞ്ഞാൽ പ്യുവർ കോട്ടണേ. അത് ഞാനൊരു ഉറപ്പ് തരാം. പിന്നെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, വേഗം കാണിച്ചിട്ട് പൊക്കോളാം കേട്ടോ. ഇതിൻ്റെ ഒരു പീസ് പോയി കേട്ടോ. ഇതും നല്ല ഭംഗിയാണ്. ഇതിന് ലൈനിങ് ഉണ്ട്, എല്ലാത്തിനും പാൻറ്റും ഷാളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരെണ്ണം. ഓണത്തിനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ.
ഇതൊക്കെ ഷോർട്സ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഷോർട്സ് ഇടാമെന്നുള്ളൊരു സമാധാനം എനിക്കുണ്ട്. പക്ഷെ എനിക്ക് നിങ്ങളെ കാണിച്ചു തരണമെന്ന് നല്ല നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പം ചെയ്യുന്നത്. നമുക്കൊരു സപ്പോർട്ട്, കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളാണല്ലോ. എത്ര പേര് എടുത്തില്ലെന്നല്ല, എന്നാലും ഇത് കണ്ടോ, അതൊരു ബ്ലാക്കാണേ, ബ്ലാക്ക് കുർത്തിയാണ് കേട്ടോ. ഇതും നല്ലതാണ്. ഇതിന് സൈഡ് ഓപ്പൺ ഇല്ല, നല്ല അടിപൊളിയാണ്. പക്ഷേ എനിക്ക് കോട്ടനോടാണ് താല്പര്യം കൂടുതൽ. പക്ഷേ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവുകയും നമുക്ക് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാം. ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് ഫ്ലെയറൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഈ വയറൊക്കെ ഉള്ളവർക്കുണ്ടല്ലോ, പ്രത്യേകിച്ചും എന്നെപ്പോലുള്ളവർക്കൊക്കെ ഉപകാരമാവുന്നൊരു സംഭവമാണിത്. എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു വണ്ണം കാര്യങ്ങളൊന്നും അങ്ങനെ അറിയില്ല. നമ്മളെ നല്ല ദേഹത്തേക്ക് നല്ല ഒതുങ്ങി കിടന്നോളും. എൻ്റെ കുഞ്ഞുകുട്ടൻ എവിടെയാണോ ഈശ്വര. ഇനി അടുത്തത് ഒരെണ്ണം കൂടി ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടമായിരുന്നെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കണേ. പിന്നെ ഇത് എനിക്കിതിൻ്റെ കഴുത്തിലെ ആ ഡിസൈൻ കണ്ടിട്ട് ഞാൻ എടുത്താണ് കേട്ടോ. ഇതും കോട്ടൺ അല്ല, പക്ഷേ ഇടാൻ നല്ല സുഖമുണ്ട്. ഇതിനും ലൈനിങ് ഉണ്ട് കേട്ടോ, വിത്ത് ലൈനിങ് ആണേ. നോക്കിക്കേ, എൻ്റെ കഴുത്തിലെ ആ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു എന്താ പറയുക, പ്രീമിയം ലുക്ക് തരുന്ന ഒരു എന്താ പറയുക ചുരിദാർ എന്ന് പറയാം. വേറെ ഡിസൈൻ ഇല്ല കേട്ടോ. കഴുത്തിൽ നല്ല ഡിസൈൻ ഉണ്ട്. പിന്നെ തുണി നല്ലതാണേ, നല്ല തുണിയാണേ. പിന്നെ ഞാൻ എടുത്തിട്ട് വന്നതായതുകൊണ്ട് കൊള്ളില്ലെന്ന് പറയില്ല എന്ന് നിങ്ങളാരും എന്താ പറയുക അങ്ങനെ ആരും കമൻറ്റൊന്നും ഇടണ്ട. നല്ലതായതുകൊണ്ടാണ് നല്ലതാണെന്ന് പറയുന്നത്. എന്താ പറയുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാനിനി പൊക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഡ്രസ്സിൻ്റെ കളക്ഷൻസും വീഡിയോ ഇഷ്ടമായോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം അത്രയ്ക്കും അത്ഭുതത്ത് പിടിച്ചൊരു വീഡിയോ ആയിരുന്നു എന്ന് എനിക്കറിയാം. അപ്പോൾ ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമായതുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.